എടി നാരായണി, പകൽ സമയത്തല്ലല്ലോ, രാത്രി സമയത്തല്ലേ നിന്റെ വയറുവേദനയും നടുവേദനയൊക്കെ ഇളകുന്നത്. അത് വലിയ അപകടമാണ്. രാത്രി രോഗങ്ങൾക്കെല്ലാം കിടത്തി ചികിത്സിച്ചാലേ ഫലം ചെയ്യൂ. സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ ഒരു 15 ദിവസം കിടത്തി ചികിത്സിച്ചാൽ നിന്റെ ശരീരവും നന്നാവും, മനസ്സും നന്നാവും. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂലല്ലോ നാരായണി. ഈ വയറ്റ് വേദന എന്ന് പറഞ്ഞാ ഇന്നത്തെ കാലത്ത് അങ്ങനെ തള്ളിക്കളയേണ്ട രോഗമല്ല. നമ്മുടെ അമ്പലത്തിന്റെ വടക്കേലെ ബാനുവിന്റെ മോൻ ജനാർദ്ദനൻ, അവന് ഇതുപോലെ ഒരു വയറുവേദന വന്നു. അവൻ വെച്ചോണ്ടിരുന്നു. അവസാനം വയറ്റില് കുടല് പൊട്ടി അവൻ മരിച്ചുപോയി. വെറും ചെറുപ്പം, 55 വയസ്സ്, കൊച്ചു പയ്യൻ. പിന്നെ നമ്മുടെ ചിറ്റാരത്തെ ഗോവിന്ദൻകുട്ടി ചേട്ടന്റെ മോള് ശാരദ, കൊച്ചു പെണ്ണ്, 50 തികഞ്ഞില്ല, വയറ്റിനൊരു കൊളുത്ത്. ആശുപത്രി ചെന്നപ്പം ഒരു കിഡ്നി ഇല്ല. അത് അവരുടെ ഭർത്താവ് മോട്ടിച്ച് കള്ളു കുടിച്ചതാ. അതെന്തോ ആവട്ടെ, ആശുപത്രി പോവായിരുന്ന അതറിയായിരുന്നോ? അതാ പറഞ്ഞത്, നാരായണ ചേച്ചി ആശുപത്രി ചെന്ന് ശരീരമൊക്കെ ഒന്ന് നന്നായിട്ട് പരിശോധിച്ചു. അതെ, ഇനി വരുമ്പോ പോയാ പോരെ? അതുപോലെ പറ്റത്തില്ല നാരായണി. മുരളി, നീ എന്താ നാരായണി ആശുപത്രി കൊണ്ടുപോകാത്ത? പെറ്റ തല്ലേന്നൊരു വിചാരം വേണ്ടടാ. ഡേ, നീ നിന്റെ അമ്മായി അമ്മയ്ക്ക് 3 നേരം കഴിക്കാനുള്ളത് വെച്ചു കൊടുത്തു വിടണം. അപ്പുകുട്ടൻ വന്ന് വാങ്ങിച്ചു. നീ ഇവിടെ ജോലിയും വീടും ഒക്കെ നോക്കിക്കൊള്ളണം. നാരായണി എങ്ങനെ വീടിട്ടേക്കുന്നോ അതുപോലെ ഇട്ടേക്കണം. ഒരു കുറവും വരുത്തരുത്. അസുഖം മാറാനില്ലേ അമ്മേ? സൂക്ഷിച്ച് പിടിച്ചോടാ, താഴെ ഇടാതെ പൊട്ടിപ്പോവും. ഇവിടെ സ്ഥലമല്ല, ഇങ്ങോട്ട് നീങ്ങി. എവിടെ പോകുന്നു? എവിടെ പോ? അകത്തേക്ക് കയറിയിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും പോണോ അമ്മ? അസുഖം മാറാൻ വേണ്ടിട്ടല്ലേ അമ്മേ? പോയിട്ട് വരാ. കഴിക്ക കൊച്ചമ്മേ, ഇങ്ങനെ വാശി പിടിക്കാതെ വല്ലതും കഴിച്ചേ. വേണ്ട. ഞാനും അങ്ങോട്ട് മാറിയേ. ഞാൻ പറയാൻ ചെറിയമ്മയോട്. ഉത്തമൻ ചേട്ടൻ ആവശ്യമില്ലാതെ ഈ കാര്യത്തിൽ ഇടപെടണ്ട. അമ്മ കുഞ്ഞ് പ്രത്യേകം പറഞ്ഞതാ. അവളങ്ങനെ പലതും പറയും, അത് സ്നേഹം കൊണ്ടാ. എത്രയായാലും ഞങ്ങൾ ഒരു ചോരയാ. ഞങ്ങൾ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മൂട്ടിയും നോക്കിയിരിക്കും. ഒരു കാര്യം വരുമ്പോ ഞങ്ങൾ ഒന്നാ. അവള് പറയുന്നതൊന്നും നിങ്ങൾ കാര്യാക്കണ്ട, ഞാനും കാര്യാക്കുന്നില്ല. തൊലിക്കട്ടി ഉണ്ടെങ്കിൽ പിന്നെ ആരും ഒന്നും കാര്യമാക്കില്ല. ഇതൊക്കെ ഒരൊറ്റ ചവിട്ട് വെച്ച് നിലണ്ടല്ലോ. ഇങ്ങോട്ട് വെക്കടി പാത്രം. ഞാൻ കൊടുക്കാം. ചെറിയമ്മേ, എന്റെ സ്വഭാവം മോശാക്കരുത്. ഇതങ്ങോട്ട് കഴിക്ക്. ചെറിയമ്മേ, ഉത്തമം മര്യാദക്കാണെങ്കിൽ മര്യാദ, പക്ഷെ തെറ്റിയാലുണ്ടല്ലോ. ഉത്തമൻ ചേട്ടാ, ഞാൻ ചുമ്മാ ഒന്ന് വരട്ടിയതാ. ഞാൻ പറഞ്ഞതാ കുഞ്ഞെ. രാധ എവിടെ പോയി? മോളിലുണ്ട്. നിങ്ങൾക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അമ്മയുടെ അസുഖത്തിന്റെ പ്രത്യേകത. ക്ഷമയോടെ വേണം സംസാരിക്കാൻ. ഞാൻ കൊടുത്തോളാം. അമ്മേ, കഴിക്ക. വേണ്ട. അമ്മ എന്താ അമ്മയൊന്നും കഴിക്കാത്തത്? അമ്മ ഇപ്പൊ കഴിച്ച് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. പിന്നെയും ചോദിക്കും, കൊടുത്താ കഴിക്കത്തുമില്ല. പാത്രം അകത്ത് കൊണ്ടുപോയി വെച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും അതങ്ങ് മറന്നുപോയി. മറന്നു പോകും. അത് അമ്മയുടെ കുറ്റമല്ല, ഈ അസുഖത്തിന്റെ കുഴപ്പാ. അത് മനസ്സിലാക്കേണ്ടത് നമ്മളാ. അമ്മേ, ഇഡ്ഡലി തരട്ടെ? അമ്മ കഴിക്കേ. എല്ലായിടത്തും അമ്മ മക്കൾക്ക് വാരി കൊടുക്കും, ഇവിടെ നേരെ തിരിച്ചാ. ഇപ്പൊ അമ്മ ഒരു കുട്ടിയല്ലേ ഉത്തമൻ ചേട്ടാ? എനിക്ക് അമ്മ തന്ന സ്നേഹമെല്ലാം ഇപ്പൊ തിരിച്ചു കൊടുക്കണം.
ആ അതാ, അതാ. അയ്യോ മണ്ടക്കേറി മണ്ടക്കേറി വെള്ളം കൊടുത്തു അമ്മേ അമ്മ വെള്ളം കുടിക്കും. കഴിക്ക്. മതി. മുരളിച്ചേട്ടാ വേണ്ട വെറുതെ ഇരിക്കാം. മുരളിച്ചേട്ടാ എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ മുരളിച്ചേട്ടാ ആ. ആ. ഹേ. അത് ശരി, രണ്ടുപേരും കൂടെ അടിച്ചോട്ടം കളിക്കായിരുന്നല്ലേ? അടിച്ചോട്ടോ അല്ല, പിന്നെ സാറ്റ് ഷേ. അപ്പോഴേ ചെലവുണ്ട്. ഉണ്ട് ഉണ്ട്. ആ ശരിക്കും ചെലവ് ചെയ്യേണ്ടത് ചെല്ലമ്മേമ്മച്ചിക്ക്. അതെ. ഓ, അവരൊരു അസാധ്യ കക്ഷിയാ. ഈ കമ്മീഷൻ സിനിമയില് സുരേഷ് ഗോപി വരുന്ന പോലെ ഒരു വരവല്ലായിരുന്നു. പക്ഷേ സ്ലോ മോഷൻ ഇല്ല. അതെ, ആ. തൂക്കിയെടുത്തങ്ങ് വണ്ടിയിലിട്ടു. അമ്മയ്ക്ക് ആശുപത്രി എന്ന് പറഞ്ഞ പേടിയാ. ആ, കുറച്ച് പേടിക്കുന്നത് നല്ലതാ. പാവാടാ. പാവാടയോ? അമ്മ പാവാണെന്ന്. ആ വയസ്സുകാലത്ത് അമ്മയെ വെറുതെ വിഷമിപ്പിക്കാൻ എനിക്ക് വിഷമാടാ. പിന്നെ നിവൃത്തിയില്ലാഞ്ഞിട്ടാ. അങ്ങനെ വിചാരിച്ചാ മതി. ആ. ഒന്നുകില് അമ്മ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഞാൻ ചോറ് വിളമ്പട്ടെ. ഓ, എന്താ കറി? നോൺ വെജിറ്റേറിയനാ. ആഹാ, എന്നാ കുറച്ച് കഴിക്കാല്ലേ? പിന്നെ അല്ല, വിനിതയുടെ ജോലിക്കാരി എന്തായി? അന്നേതോ ഇന്റർവ്യൂവിന് പോണോന്ന് മറ്റോ പറഞ്ഞിരുന്നല്ലോ. രണ്ടിടത്ത് ഇന്റർവ്യൂ കഴിഞ്ഞു, അറിയിപ്പൊന്നും കിട്ടിയില്ല. ബാങ്കിലും അപേക്ഷിച്ചു, കിട്ടിയാ മതിയായിരുന്നു. അപ്പൊ നമുക്കൊരു ഊണ് കിട്ടുമോ? ഇരിക്കപ്പുക്കിട്ടും ചേട്ടാ, ഞാൻ ഇപ്പൊ വിളമ്പാം. ശരി. വേഗം ആവട്ടെ. മുരളി, ഓട്ടോ വിറ്റാ? ഓട്ടോ ഞാൻ അങ്ങനെ ആണാ? ആ ഇരിക്ക്. കൈയടിയില്ലല്ലേ? രാവിലെ കഴിവായിരുന്നു. എളുപ്പമാവട്ടെ. വിനിതേ, ഉം. ഞാൻ നോക്കട്ടെ. നോൺ വെജിറ്റേറിയൻ കഴിച്ചിട്ട് ഒത്തിരി നാളായല്ലേ? വെജിറ്റേറിയനും. ഇതാണോ? നാരായണി ജയ്. ഏയ്. അതല്ല, അല്ല. വാ. മാങ്ങ ഉപ്പിലിട്ട പോലെ ആൾക്കാർ കിടക്കുന്ന. ആ, ദാണ്ടേ. ഇത് തന്നെ. നാരായണി ചേച്ചി. നാരായണ ചേച്ചി. ആരാടാ അത്? അപ്പുക്കുട്ടനാണോ? എനിക്ക് തീരെ വയ്യല്ലോടാ മോനെ. അല്ല, പിഷാരടിയുണ്ടോ? അല്ല, മുരളി എന്താ വരാത്തത്? മുരളി വിനീതയും കൂടെ വൈകുന്നേരം ഇങ്ങ് വരും. സഹിക്കാൻ വയ്യ. എന്തു പറ്റി? അസുഖം കൂടിയാ? നേരത്തെ ഉണ്ടായിരുന്ന അസുഖമൊക്കെ മാറിയോ? എന്തൊക്കെ അസുഖങ്ങളായിരുന്നു? വയറുവേദന, നടുവേദന, നെഞ്ചുവേദന, പാമ്പ് കടി. ആ. അതും സാധാരണ പാമ്പ് വല്ലതും ആണോ? അണലിയല്ലേ? ഒന്നുമില്ലായിരുന്നടാ അപ്പുക്കുട്ട. ഞാൻ സത്യം പറയാലോ, അന്നേരം ഞാൻ കള്ളം പറഞ്ഞതാ. അതിപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ. പക്ഷെ ഇപ്പം എനിക്ക് ശരിക്കും അസുഖമായി. ആ. കിടക്കാൻ വയ്യ. ദേ, നടുവിൻ്റെ ഈ ഭാഗത്തൊരു കൊളത്തിപ്പിടുത്തം. ഇരിക്കാൻ വയ്യ. നെഞ്ചുവേദന. രാത്രിയാണെങ്കിൽ ഉറക്കവുമില്ല. എന്റെ മുത്താരമ്മൻ ദേവി, എന്നെ ഇങ്ങനെ ശിക്ഷിക്കല്ലേ. അപ്പൊ അസുഖം അഭിനയിച്ച് ശരിക്കും അസുഖമായെന്ന് ചുരുക്കം. എന്റെ പൊന്ന് ചേച്ചി, നിങ്ങളോട് ഞങ്ങൾ എല്ലാവരും അന്നേ പറഞ്ഞതല്ലേ, നിങ്ങൾക്ക് ഒരസുഖവും ഇല്ല, കള്ള അസുഖം അഭിനയിക്കല്ലേന്ന്. ഉവ്വ. പറഞ്ഞപ്പോ കേട്ടില്ല. അതാണ്ട് ഈ ആശുപത്രിയില് കള്ള അസുഖം എന്നും പറഞ്ഞോണ്ട് വന്ന അവര് വെറുതെ ഇട്ടേക്കുവോ? ഏയ്, അല്ലെങ്കിൽ തന്നെ സർക്കാർ ആശുപത്രി. ഒരു സൂക്കേട് ഇല്ലാതെ വരുന്നവർക്ക് 10 അസുഖങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലമാ ഇത്. ഇതോ കണ്ടാ ചാവാൻ കിടക്കുന്ന മക്കളെ, പെട്ടുപോയടാ. ഞാൻ ഉടനെ ചത്തുപോകുന്നാ തോന്നുന്നു. അതെ, ഈ സഞ്ചിക്കകത്ത് ഭക്ഷണമൊക്കെ ഇരിപ്പുണ്ട്. വിശക്കുമ്പെടുത്ത് കഴിക്കണം കേട്ടോ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇത് സമയത്തെടുത്ത് കഴിക്കും. പോട്ടു ശരി. ബാ. എങ്ങനെ നടന്നൊരു ചേച്ചിയാന്ന് അറിയോ? ഓരോരുത്തരുടെ അവസ്ഥ.
ആ അല്ല ഇതാര് സച്ചു സാറിന്റെ ഭാര്യയല്ലേ? പുതിയ ആളുകളൊക്കെ ആണല്ലോ കടയിൽ വരുന്നത്. വരാൻ വേറെ ആരും ഇല്ലാത്തോണ്ട. എന്നാലും എൻ്റെ ചേച്ചി കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വേണ്ടായിരുന്നു. ഞാനിവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേ ആയി. ഇതേപോലെ ചേച്ചി സഞ്ചിയും തൂക്കി കടയിൽ വന്ന് നിൽക്കുന്നത് കാണുന്നത് പക്ഷെ ആദ്യമായിട്ടാണ്. അല്ല വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ സാറിനെ പിണക്കി വിട്ടിട്ട്? വേഗം സാധനം തൂക്കി തരുന്നുണ്ടോ? എനിക്കിപ്പോൾ കുടുംബകാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ആ പോയത് ആരാന്നറിയോ? നമ്മുടെ വിഷ്ണുവില്ലേ, അവന്റെ ചേച്ചിയാ. ഭർത്താവ് ഇട്ടേച്ചു പോയി. അതെയോ? ആ ആ വിമലെ, ഞാനങ്ങോട്ടൊന്ന് വരാനിരിക്കുകയായിരുന്നു. ഞാൻ വാങ്ങിച്ച തുണിയുടെ പൈസയല്ലേ? സുഗണൻ ചേട്ടാ, ഞാൻ കൊണ്ടുവന്ന് തരാം. പെട്ടെന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ടായി. ഞാനൊന്നും ഒളിച്ചു വെക്കുന്നില്ല. എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറച്ച് സാവകാശം തരണം. വിഷ്ണു ഇവിടെ ഇല്ല. അവൻ വന്ന ഉടനെ ഞാൻ കൊണ്ട് തരാം. ശമ്പളം കിട്ടിയാലുടനെ കാശും കൊണ്ട് വരാമെന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ടാണല്ലോ അന്ന് സീരിയലിന് പോകാൻ എല്ലാം വാങ്ങിച്ചോണ്ട് പോയത്. ഇപ്പൊ വഴി വെച്ച് കണ്ടപ്പോൾ ചോദിച്ചെന്നേ ഉള്ളൂ. സച്ചിദാനന്ദൻ സാറ് പിണങ്ങിപ്പോയതൊക്കെ ഞാൻ അറിഞ്ഞു. തെറ്റിദ്ധരിക്കരുത്, ഞാൻ വിമലയെ വിഷമിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതൊന്നുമല്ല. ഓ, എനിക്കിപ്പോൾ വിഷമിക്കാൻ മാത്രമേ കാരണമുള്ളൂ. സത്യം പറഞ്ഞ ഈ മുഖം കാണുമ്പം എനിക്ക് വിഷമം തോന്നുന്നു. എങ്ങനെ ഇരുന്ന കൊച്ച വിമല ഇങ്ങനെ നീറി ശരീരം നോക്കാതെ വല്ല അസുഖം വരുത്തി വെക്കല്ലേ. വിമലയ്ക്ക് പേരുദോഷം ഉണ്ടായിട്ട് അയാൾ പിണങ്ങിപ്പോയെന്നാ ഇവിടെ എല്ലാവരും പറയുന്നത്. അത് പറഞ്ഞവനോട് മുഖത്തൊരൊറ്റ ആട്ട് കൊടുത്തു ഞാൻ. വിമല ഓർക്കുന്നുണ്ടോ എന്നെനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ഗാന്ധിജി മെമ്മോറിയൽ ഹൈസ്കൂളിൽ ഞാൻ 9ാം ക്ലാസ്സിൽ 3ാം കൊല്ലം പഠിക്കുമ്പം വിമല 8ാം ക്ലാസ്സിൽ 1ാം കൊല്ലം. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. വിമല ഒരു നീല പാവാടയും വെള്ള ബ്ലൗസും ഇട്ട് നടന്നു വരുന്നത്. അത് നമ്മുടെ യൂണിഫോം ആയിരുന്നു. വെള്ള ബ്ലൗസും നീല പാവാടയും. എന്റെ മനസ്സിൽ ആ രൂപമാ ഇപ്പോഴും വിമലയ്ക്ക്. ഇന്നിപ്പം നിന്നെ ഇങ്ങനെ കാണേണ്ടി വരുന്നതിലുള്ള സങ്കടമേ എനിക്കുള്ളൂ. എന്നാലും അയാളെ സമ്മതിച്ചു കൊടുക്കണം വിമലെ. നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണിനെ പിരിഞ്ഞിരിക്കാൻ അയാൾക്ക് എങ്ങനെ കഴിയുന്നു? അയാളോട് നിനക്കുള്ള സ്നേഹത്തിന്റെ പകുതിയെങ്കിലും അയാൾക്കുണ്ടേൽ ഇങ്ങനെ നിന്നെ കഷ്ടപ്പെടുത്തുവോ? ഷോ, ആ മുഖം കണ്ടോ, വാടി കരിഞ്ഞുപോയി. അതെനിക്ക് പനിയായിട്ടാ. പനിയോ? എന്നാ സൂക്ഷിക്കണം. വേഗം ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണണം. വെച്ചോണ്ടിരിക്കല്ലേ വിമലെ, ഞാൻ കൊണ്ടുപോകണോ ഡോക്ടറെ അടുത്ത്? വേണ്ട. അല്ല, വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്തേലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. ഞാൻ എപ്പോഴും വിമലയുടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോണം. ഞാൻ വിചാരിച്ചത് സുഗണൻ ചേട്ടൻ എന്നോട് ദേഷ്യപ്പെടുമെന്നാ. ശമ്പളം കിട്ടിയിട്ട് കാശ് തരാമെന്നാ വിചാരിച്ചത്. പക്ഷെ അപ്പോഴത്തേക്ക് അങ്ങേര് പോയില്ലേ. എന്റെ വിധിയാ ചേട്ടാ. നമ്മൾ കുടുംബത്തിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുന്നു, അതിനൊക്കെ ഇങ്ങനെ തിരിച്ചടി. വിഷ്ണു തിരിച്ചു വന്നാലുടൻ എങ്ങനെയും ഞാൻ കാശ് കൊണ്ടുവന്ന് തന്നോളാം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ധൃതിയില്ല. വിമല പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ. ആ അമ്മേ, അമ്മ എന്തിനാ കരയുന്നത്? അസുഖം കുറവില്ലേ? ഞാന് നിന്റെ അമ്മൂമ്മ ചെല്ലമ്മ പിള്ളയോട് കാല് പിടിച്ച് പറഞ്ഞതല്ലേ എന്നെ ഇവിടെ കൊണ്ടുവരരുതെന്ന്. അമ്മ ഓരോ ദിവസവും ഓരോ അസുഖത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ടല്ലേ ഞങ്ങൾ ഭയന്നു പോയത്. അതുകൊണ്ട് പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞല്ലോ അമ്മയ്ക്ക് മരുന്ന് കുത്തിവെച്ചെന്ന് 3-4 പ്രാവശ്യം. അതേടാ, കുത്തിവെച്ചു. കുത്തിവെച്ച് എൻ്റെ ഈ തോളനക്കാൻ വയ്യോ. ഡോക്ടറൊന്നുമല്ല, രാക്ഷസിയെ പോലുള്ള ഒരു തടിച്ച നേഴ്സാ കുത്തിവെക്കുന്നത്. അതെ, പണ്ടെങ്ങാണ്ട് ചന്തയിൽ മീൻ മേടിക്കാൻ വന്നപ്പോഴേ
ഞാൻ അവരെ ചീത്ത വിളിച്ചെന്ന് അവർ പറയുന്നത്. എനിക്ക് ഓർമ്മയൊന്നുമില്ല. അല്ലേ, ഈ ചന്തയിലാകുമ്പോ നമ്മൾ എത്ര പേര് ചീത്ത വിളിക്കുന്നു. അവരുടെ മുഖമൊക്കെ പോർത്തിരിക്കാൻ പറ്റുമോ? അയ്യോ തൊടല്ലേ. ആ രാക്ഷസി കുത്തി വെക്കാനുള്ള കുന്ത്രാണ്ടായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ എൻ്റെ ദേഹം തളരും. ഒരു കുത്തും, ഞരമ്പ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കും, പിന്നെയും കുത്തും. അങ്ങനെ ഒരു പ്രാവശ്യം മരുന്ന് കയറ്റാൻ 5 or 6 പ്രാവശ്യം കുത്തും. കുത്തിവയ്പ് കൊണ്ട് അമ്മയുടെ വയറ്റുവേദനയും നടുവേദനയും പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിഷവും എല്ലാം മാറിക്കിട്ടും. എൻ്റെ പൊന്നു മോനെ, ഇതൊരാശുപത്രിയല്ല, നരക, സാക്ഷാൽ നരകം. എൻ്റെ പൊന്നു മോനെ, വിനീത മോളെ, എന്നെ ഒന്ന് വിളിച്ചോണ്ട് പോടി, എനിക്ക് മതിയായി. 15 ദിവസമെങ്കിലും കിടക്കണമെന്ന് അമ്മമ്മ പറഞ്ഞിരിക്കുന്നത്. അമ്മമ്മ പറഞ്ഞത് തന്നെ ഡോക്ടറും പറഞ്ഞത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്നെ ഞാൻ ദ്രോഹിച്ചതിന് നിന്റെ അമ്മൂമ്മ പകരം വീട്ടിയതാ. എങ്കിലും വല്ലാത്തൊരു ചെയ്ത്തായി പോയി മോളെ ഇത്. ശരിക്കും അസുഖം വന്ന് ചത്താലും ശരി, നമ്മുടെ ശത്രുക്കളെ പോലും ഗവൺമെന്റ് ആശുപത്രി കൊണ്ടിടരുത് കൃഷ്ണ. അയ്യോ തൊടലേ, അവിടെ തൊടലേ. ഞങ്ങള് പോയിട്ട് നാളെ വരാം. മോളെങ്കിലും ഇവിടെ ഇരിക്കും മോളെ. അവൾക്ക് ഒറ്റക്ക് വീട്ടിലേക്ക് വരാനുള്ള വഴി അറിഞ്ഞൂടമ്മേ. പോട്ടെ മോനെ, നാളെ വരാമേ. അളിയന്മാരും പെങ്ങന്മാരും അടിപിടി കൂടും കഥയാണ്. ആങ്ങളമാരും നാത്തുമാരും